സ്നേഹമുള്ളവരെ, സ്നേഹമാണ് അഖിലാസാര മൊഴിയിൽ എന്ന കുമാരനാശാന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈശോ മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിത്യ ജീവിതത്തിൽ പലപ്പോഴും ഒരു നല്ല സമരീയക്കാരനായി ജീവിക്കുവാൻ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്താറുണ്ട്. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലുമായി ഗ്രീൻ ഹൗസ് നിങ്ങൾക്കെ അവതരിപ്പിക്കുന്നു മതബോധനത്തിലൂടെ ഒരു നല്ല സമരീയക്കാരനേക്കുള്ള യാത്ര. Yo, boys, what we doing tomorrow? It's Sunday, right? അതേടാ, എവിടെ ഒരു അടിപൊളി പപ്പുണ്ട്. അവിടെ നല്ല അടിച്ചു പൊടിച്ച് പിഞ്ചാവാം, അടിച്ച് കേറുക മക്കളെ. ഞാൻ ഇവിടെ സൺഡേ അല്ലേ പള്ളിയിൽ പോകാം. ഞാൻ അവിടെ സൺഡേ സ്കൂളിൽ കാഷ്വലായി ടീച്ചിങ് ചെയ്യുന്നുണ്ട്. ആശം ജോയിൻ ഒന്ന് പോടാ സൺഡേ സ്കൂൾ. ആ കേട്ടത് സൺഡേ നീ പള്ളിയിലാണ്. നിനക്ക് വേറെ പണിയില്ല. അതേടാ, ശരിയാ. എന്റെ മമ്മ ആൻഡ് ഡാഡ് ഓൾസോ സേഫ്. സൺഡേ ആണോ പള്ളി? ഫെഡാ മാൻ. എടാ, നീ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അതുകൊണ്ടാണ് ഞങ്ങളോട് കൂടെ വിളിക്കുന്നത്. നിന്നെ പോലെ ഒരു പുണ്യാൾ ഞാൻ കണ്ടിട്ടില്ല. വാടാ ഞങ്ങളോട്. ഇല്ലടാ, പള്ളിയിൽ പോകണം. എല്ലാ സൺഡേയിലും പള്ളിയിൽ പോകുന്ന സുഖമുണ്ടല്ലോ. വൺസ് യു ഗെറ്റ് ദാറ്റ് ഫീലിംഗ് യു വാണ്ട് ടു കീപ് ഗോയിങ്. കുഴപ്പമില്ലടാ, വാടാ. അയ്യോ, ഞങ്ങളില്ലേ. നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. അബി, ഇന്ന് പള്ളിയിൽ പോണ്ടേ അബി? ഇന്ന് സൺഡേ ആണോ മമ്മി? എനിക്ക് കാറ്റഗീസം ഉണ്ടോ? ഉണ്ടല്ലോ, ഇന്ന് സൺഡേ ആണല്ലോ. സൺഡേ ആയിട്ട് കാറ്റഗീസം. നീ അത്ര എക്സൈറ്റഡ് ആണോ? എന്തെങ്കിലും വന്നേ ചോദിക്കട്ടെ. ആർ ഫാദർ എന്ന് പറഞ്ഞേ. Our Father who art in heaven, hallowed be thy name. Come thy. അമ്മ ഞാൻ മറന്നുപോയി. കൊള്ളാം, ഇതാണോ പഠിക്കുന്നേ? എന്നിട്ടാണോ ഇത്ര എക്സൈറ്റ്മെന്റ്? Ella mummy, I can meet my friends. I could tell stories. I could play with my friends. ഇതിനാണോ ഇവളെ സൺഡേ സ്കൂളിൽ ഞാൻ വിടുന്നത്? ഞാൻ ആ ടീച്ചറെ ഒന്ന് വിളിക്കട്ടെ. ഹലോ ഹലോ, ഞാൻ അബിയുടെ അമ്മയാ. ഇന്ന് ഞാൻ അവളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആർ ഫാദറും ഹെയിൽ മേരി. അവൾക്കൊന്നും അറിയില്ലല്ലോ. ഇതിനാണോ അവളെ സൺഡേ സ്കൂളിൽ വിടുന്നത്? അബിയുടെ അമ്മയെ എന്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ക്ഷമിക്കണം. അബിക്ക് സൺഡേ സ്കൂളിൽ വരാൻ ഇഷ്ടമാണെങ്കിൽ അത് തന്നെയാണ് വിജയം. പിന്നെ പ്രാർത്ഥനകൾ, അത് വീട്ടിൽ നിന്നും കൂടെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ജപമാല വീട്ടിൽ ചെയ്യുന്നതിലൂടെ അത് കുട്ടികൾ ഹൃദ്യസ്ഥമാക്കും. പ്രാർത്ഥനകൾ പഠിക്കുക മാത്രമല്ല സൺഡേ സ്കൂൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിശ്വാസത്തിൽ വളരുവാനുള്ള ഒരു സാധ്യതയാണ് തുറക്കപ്പെടുന്നത്. മാത്രമല്ല വളരെ വലിയ ജീവിത മൂല്യങ്ങൾ അവർക്ക് പഠിക്കാനാകും. മക്കളെ, സുഖമാണോ നിങ്ങൾക്ക്? സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ. ഇന്നെന്താ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചത്? Good Samaritan. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോ അടുത്ത സൺഡേ കാണാം കേട്ടോ. അയ്യോ, Where's my phone? Oh my God, it's broken. I can't feel my leg. Oh, what a day. അയ്യോ, I was like, please, someone help me. ഒന്ന് വാ മനുഷ്യ, എത്ര നേരമായത്? നമ്മൾ അവിടെ ചെല്ലുമ്പോ താമസിച്ചു പോകും. എന്തിയെ നമ്മുടെ ബെൻസിന്റെ കീ എന്തിയെ? ഓ, ഈ മനുഷ്യന്റെ ഒരു കാര്യം, ഇതെവിടെ കൊണ്ട് വെച്ചിരിക്കുന്നോ എന്തോ. വരുന്നേടി ഞാൻ.
ഇത്രയേറെ നിനക്ക് പുട്ടിയിടാൻ വേണ്ടി സമയമുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. അത് കൊള്ളാലോ. പുട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആ സാലിയുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ മുമ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കുക എൻ്റെ മനുഷ്യ. അവർക്കാണെങ്കിൽ 100 കണ്ണ. ഇതൊക്കെ കണ്ടുപിടിക്കാൻ സമ്മതിച്ചു കൊടുക്കണം. അപ്പൊ ഇതൊക്കെ അത്യാവശ്യം തന്നെയാണ്. നിങ്ങളൊന്നും നിങ്ങളുടെ പണി നോക്കേണ്ട മനുഷ്യ. ഓ, അപ്പനെ അമ്മനെ കൊണ്ട് മടുത്തു. നമുക്കൊന്ന് നോക്കണം മനുഷ്യ. ഓ, ചോരയിൽ കുറിച്ച് കിടക്കുക. ഇത് ബെൻസ്. ആ അവറാച്ചന്റെ മുന്നിൽ എനിക്ക് തല ഉയർത്തി പിടിച്ച് നിൽക്കണം. അതിന് നല്ല പുത്തം പോലെ ഇരിക്കണം. അവന് വേറെ ആരെങ്കിലും ഉണ്ടാക്കണം. പിന്നെ ഇവരൊക്കെ ബൈക്കൊക്കെ പറത്തുക മിന്നിക്കുവാന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചേക്കാം. അല്ലെങ്കിലും കയ്യിൽ കാശുള്ളപ്പം ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു കഴിയുമ്പം കൊടുക്കാതിരിക്കാനുള്ള മാർഗമാണല്ലോ ഇത്. എങ്ങനെ Sir, please, don't leave me, please. Yes, sir. Yeah. Okay, sir. Yeah. I will make an exclusive today. Okay, sir. Yeah. Thank you. Hey, look, man. There is someone with an accident. Let's make an exclusive. ഹലോ നികേഷ്. കേട്ടോ നികേഷ്, ഞാനിപ്പോൾ നിൽക്കുന്ന നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡിലാണ്. എങ്കിലും ഈ റോഡ് വളരെ ശാന്തമാണ്. ഇവിടെ നിങ്ങൾ കണ്ടോ, ഒരാൾ ആക്സിഡന്റിൽ പെട്ട് കിടക്കുകയാണ്. അതോ ഇനി ഇയാൾ കുടിച്ചിട്ടുണ്ടോ, മയക്കുമരുന്നിന് അടിമയാണോ, അതോ ഇനി മോഷ്ടിച്ച് ഓടിപ്പോയപ്പോൾ ആക്സിഡന്റിൽ പെട്ടതാണോ, അതോ ഒരു സാധനം റോഡിലെ കുടിയിൽപ്പെട്ടതാണോ, അതോ ഇനി റോഡ് നിയമങ്ങളാണോ, അതോ ഇനി ഇയാൾ ജനിച്ചത് തന്നെയാണോ നമ്മുടെ പ്രശ്നം? വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസ്. വിശദമായി നമ്മൾ ന്യൂസ് ചർച്ച ചെയ്യുന്നു. സാറേ, എനിക്ക് മഷിയാവുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒരു പാട്ടിന് പോകാനുള്ള ചെന്തിലെ കുട്ടികളെ ഭിത്തിയോട്ട്. My legs, sir. Please, can you call me an ambulance, please? Wait. There's a car on the road. Should we pick him up? No, bro. On my mind is full drinking. അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഒന്നുമില്ല. അളിയാ, ഒന്ന് വിട്ടോ. I was like, please, someone help me. അയ്യോ, വേറെ ആക്സിഡന്റ്. കണ്ടിട്ട് സീരിയസ് ആണെന്ന് തോന്നുന്നു. What is that, Daddy? Some accident. Don't let him hold it. Let's go. No, Daddy, my catechism teacher taught about the good Samaritan. We should help him. No, Abhi. Let's go. No, I won't come. We should take him to the hospital. Where is my water? നമുക്ക് സഹായിക്കാം. നിങ്ങളൊരു ആംബുലൻസ് വിളിക്കുന്നേ. Sure. നീ എന്തായാലും ഓക്കെ. Sir, please, എന്നെ ഒന്ന് കൊണ്ടുപോ സർ. എന്റെ കാലൊടിഞ്ഞു. ഹലോ, ആംബുലൻസ്. Ben, how are you feeling now? John, where's everyone else? അമ്മ മൊത്തം പാമ്പ. പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വരാൻ? ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത്? ഇവിടെ ഫാമിലി ആണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ഫാമിലിയോ? Yeah, a family. They're here. Do you want to see them? Yes, I think I want to meet them. How are you, Ben? It's okay, Ben. എൻ്റെ മോൾ അഭിയാണ് എൻ്റെ കണ്ണു തുറന്നത്.
ഇന്ന് അവളായിരുന്നു ഞങ്ങൾക്ക് നന്മയുടെ വഴികാട്ടിയായി. ഒരു കാത്തലിക്കായ ഞാൻ പള്ളിയിലൊക്കെ പോകുമെങ്കിലും ചിലപ്പോഴൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പിറകെ അബി എന്നെ ഈശോ പഠിപ്പിച്ച നല്ല സമരിയാക്കാരന്റെ ഉപമ ഓർമ്മിപ്പിച്ചത്. മോളത് എങ്ങനെയാ പഠിച്ചത്? കാറ്റഗിസം എഫക്റ്റ് ആണ്. കാറ്റഗിസം? Yes, uncle. My teacher and Achan tell good stories of the Bible. മോളെ, thank you so much. Dad, please forgive me for mocking you, man. You were right all along. No problem, Ben. It's all good. How about you come with me, bro, and I'll show you the right ways. You should come with me to church on Sunday, as well as catechism. ഉറപ്പായിട്ട് ബോധിപ്പിടാം. ഇതൊന്ന് വന്ന് നോക്ക്, നിനക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അതെ, ഇതാണ് സെന്റ് മേരീസ് മിഷൻ ന്യൂ കാസൽ കാറ്റഗിസം സ്കൂൾ പ്രിൻസിപ്പളായി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നമുക്കൊന്നു ചേരാം, വിശ്വാസത്തിൽ അടിയുറപ്പിച്ച് സഭയോട് ചേർന്ന് നിന്ന് സ്നേഹത്തിൽ ഒന്നാകാം. ജീവിത മൂല്യങ്ങൾ പഠിക്കുവാനും വിശ്വാസത്തിൽ വളരുവാനും മുടങ്ങാതെ കാറ്റഗിസം ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുവാനും നമ്മുടെ കുഞ്ഞുമക്കളെ നമുക്ക് നിരന്തരം പ്രോത്സാഹിപ്പിക്കാം. ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കുചേരുവാനും നമ്മുടെ ജീവിത മാതൃകയിലൂടെ അവർക്ക് പ്രചോദനം നൽകാം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ജോണച്ചൻ. നമുക്കെല്ലാവർക്കും സഭയോട് ചേർന്ന് നിൽക്കാം. മതബോധനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി